ഇപ്പം മാങ്ങ സീസണല്ലേ, ധാരാളം മാങ്ങ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ. അപ്പം മഴയത്തേക്ക് വേണ്ടി ഉപ്പിലിട്ടും അച്ചാറിട്ടും ഉണക്കിയും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ഇന്ന് മാങ്ങ കൊണ്ട് വേറൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത മാങ്ങയും ഒരു 3-4 പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്കിതൊരു ജ്യൂസാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജ്യൂസാക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം, അതിലെ ചണ്ടിയൊക്കെ മാറ്റണം. എന്താണെന്നോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ക്വാഷാണ്. ഇത് എത്രത്തോളം നന്നാവും എന്നൊന്നും എനിക്കറിയില്ല. യൂട്യൂബിൽ കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുക എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ജ്യൂസ് നന്നായി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം, കുറുക്കി കൊണ്ടുവരണം. അതിനിടയിൽ ഇതിൽ വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര. ആ പഞ്ചസാരയുടെ അളവ് നമ്മൾ എടുക്കുന്ന മാംഗോ ജ്യൂസിന് അനുസരിച്ചായിരിക്കണം. ഞാനിവിടെ ഒരു 3 കപ്പോളം ജ്യൂസിലാണ് 1 കപ്പ് പഞ്ചസാര ചേർത്തത്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി. ഞാനിപ്പോൾ രണ്ടും ചേർത്തിട്ടുണ്ട്. കാരണം വിനാഗിരി ചേർത്താലേ ഇത് കുറച്ച് കാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. വേഗം ഉപയോഗിക്കുന്നതാണെങ്കിൽ ചെറുനാരങ്ങ മാത്രം ചേർത്താൽ മതി. അങ്ങനെ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. എനിക്ക് 2 കണ്ടെയ്നറിൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കാണ് സംഭവം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം, പുറത്ത് വെക്കരുത്. അപ്പോൾ ഒരു 2 സ്പൂണ് സ്ക്വാഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചിയ സീഡും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി സോഡയാണ് ഒഴിക്കാൻ പോകുന്നത്. ഒരു മൊജിറ്റോ സ്റ്റൈലാണ്, എങ്കിലും ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഇനി പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുടിച്ച് നോക്കുമ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു. കടയിൽ നിന്ന് കുപ്പിയിൽ വാങ്ങാൻ കിട്ടുന്ന മാംഗോ സ്ക്വാഷിനെക്കാട്ടും അടിപൊളി. ഇനി ഞാൻ ഇതൊരാൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. മറ്റാർക്കും അല്ല, എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്റ്റേഷനറി കടയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അടിപൊളിയാണെന്ന് പറഞ്ഞു. അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അവളും നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്ക്, അഭിപ്രായം ഇവിടെ പറയണേ. താങ്ക് യു.